ഇവിടെ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹവും മാണിക്കൊക്കെ എന്ന് പറഞ്ഞ നന്മ ചെയ്യുന്ന പ്രവൃത്തികളിലൊക്കെ അവരെ കയ്യൊപ്പുണ്ടാവും. വലിയ സന്തോഷവും മനാഫ്ക പറഞ്ഞ പോലെ ഇനിയുള്ള തലമുറ ഇത് കണ്ടുപഠിക്കട്ടെ. ഈ വൃദ്ധസദനങ്ങളെ എന്തിനാണെന്ന് ചോദിച്ചാൽ ആദ്യം വൃദ്ധസദനങ്ങളെ പേടിയായിരുന്നു. ഇപ്പോൾ വൃദ്ധസദനങ്ങളാണ് സമാധാനം. നമ്മളെ അച്ഛനമ്മമാരോ വയസ്സാവുമ്പോൾ അവർ വൃദ്ധസദനങ്ങളിലെ അയക്കുമ്പോൾ ആദ്യം എങ്ങോട്ട് അയക്കുന്നുള്ളൊരു പേടിയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇങ്ങനത്തെ വൃദ്ധസദനങ്ങളുള്ളതുകൊണ്ട് ഒരു സമാധാനമുണ്ട്. ആരാരുമില്ലെങ്കിലും ആരെങ്കിലുമൊക്കെ ഭൂമിയിൽ അവർക്ക് കൈത്താങ്ങാവാനുണ്ടാവും. നിങ്ങൾക്കൊക്കെ അച്ഛനും അമ്മയും ഉണ്ടാവില്ലേ? എനിക്കും ഉണ്ടായിരുന്നു ഒരു സ്നേഹനിധിയായ ഉപ്പച്ചിയും. കഴിഞ്ഞ കൊറോണയിലാണ് ഉമ്മച്ചി മരിച്ചത്. അതിന് കുറേ മുമ്പ് ഉപ്പച്ചിയും പോയി. നമ്മുടെ ഉപ്പച്ചിയും ജീവിച്ചിരിക്കുമ്പോൾ നമുക്കതിൻ്റെ വില മനസ്സിലാവില്ല. നമുക്ക് അവർ വയസ്സാവുമ്പോൾ അവരുടെ സ്റ്റൈല് പോരാ, സംസാരം ശരിയില്ല, അങ്ങനെ പല പല കുറവുകളായിരിക്കും. നാളെ നിങ്ങളും ഞങ്ങളൊക്കെ ഇതേ ഒരു അവസ്ഥയിലേക്ക് വരും. എനിക്കെല്ലാവരോടും പറയാനുള്ളത്, മാതാപിതാ ഗുരു ദൈവം. നമ്മുടെ മാതാപിതാക്കളെ ഗുരുനാഥന്മാരെയൊന്നും ഒരിക്കലും നിന്ദിക്കരുത്. നമുക്ക് കൺമുമ്പിൽ കാണപ്പെട്ട ദൈവങ്ങളാണവർ. ദേ ആർ ദ വിസിബിൾ ഗോഡ്സ്. അപ്പം എനിക്ക് വീണ്ടും പറയാനുള്ളത്, നിങ്ങളുടെ വീട്ടിലെ അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ അവർ നിങ്ങളോട് ഒന്നും ചോദിക്കില്ല, ഒന്നും അന്വേഷിക്കില്ല. പക്ഷെ അവരൊന്നും ചോദിക്കാതെ അവർക്ക് വേണ്ടതെല്ലാം നിങ്ങൾ കൊടുക്കണം. അവരെ യാത്ര കൊണ്ടുപോകണം. അവരെ നിങ്ങളുടെ സന്തോഷത്തിലൊക്കെ ഉൾക്കൊള്ളിക്കണം. അവരോട് ഒരിക്കലും എന്നൊരു വാക്ക് പോലും നിങ്ങൾ പറയരുത്. അവരാണ് എല്ലാം. അവരില്ലെങ്കിൽ ഈ ദുനിയാവിന് വെളിച്ചമില്ല. ഓക്കെ, ഇനി നമുക്ക് മൊമെൻറ്റോ കൊടുക്കലാണ്. അപ്പോൾ നമുക്ക് മൊമെൻറ്റോ സ്പോൺസർ ചെയ്തത് മലബാർ ടൂറിസം കൗൺസിലിൻ്റെ ആളുകളാണ്. അതിൻ്റെ സാരഥികൾ ഇവിടെ ഉണ്ട്. സജീർ പഠിക്കൽ ഇവിടെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ വിളിക്കുകയാണ് മൊമെൻറ്റോ കൊടുക്കാൻ വേണ്ടി. പ്ലീസ്. ഹലോ, നമസ്കാരം. ഞാൻ എല്ലാവരെയും ആശംസകൾ നേർന്നതാണ്. ഇവിടെ നേരത്തെ ഇല്ലാത്തവർക്കൊണ്ട് റിപ്പീറ്റ് ചെയ്യാണ്. ഞങ്ങൾ മലബാർ ടൂറിസം കൗൺസിൽ എന്ന് പറയുന്നത് കാസർഗോഡ് മുതൽ പാലക്കാട് വരെയുള്ള ടൂറിസം പ്രവർത്തകരുടെ, അതിൽ റിസോർട്ടുകാർ എന്ന് പറയുന്ന വലിയൊരു വിഭാഗമുണ്ട്, ഹോട്ടലുകളുടെ, ടൂർ ഓപ്പറേറ്റേഴ്സ്, ട്രാവൽ ഏജൻസി, കുഞ്ഞു ഹോം സ്റ്റേസ്, ടൂർ ഗൈഡ്സുകളുണ്ട്, എക്സ്പീരിയൻഷ്യൽ ടൂറിസത്തിൽ ട്രക്കിങ്ങിന് കൊണ്ടുപോകുന്ന ആൾക്കാർ, നിങ്ങളെ കയാക്കിങ്ങിന് കൊണ്ടുപോകുന്ന ആൾക്കാർ, നിങ്ങളെ മറ്റുള്ള ഡാൻസ് പെർഫോം ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾ, ഇങ്ങനെ എല്ലാ തരത്തിലുമുള്ള ടൂറിസം പ്രവർത്തകരുടെ കൂട്ടായ്മയാണ് മലബാർ ടൂറിസം കൗൺസിൽ. ചെറുതുമായിട്ടുള്ള എല്ലാവരുടെയും ഈ കൂട്ടായ്മ മലബാറിലെ ടൂറിസത്തെ നല്ല തൊഴിൽ മേഖല, ഭാവിയിൽ തൊഴിൽ മേഖലയ്ക്ക് സാധ്യതയുള്ള ഒരു വിഭാഗത്തെ കെട്ടിപ്പടുക്കുക, അവർക്ക് വേണ്ട അന്തരീക്ഷം സൃഷ്ടിക്കുക സൊസൈറ്റിയാണ് മലബാർ ടൂറിസം കൗൺസിൽ. ഇവിടെ വന്ന് യൂട്യൂബേഴ്സ് ഫാമിലിയുടെ കൂടെയും വിമ ഫാമിലിയുടെ കൂടെയും ചിലവഴിക്കാൻ കഴിഞ്ഞാൽ അധികം സന്തോഷം. ഞങ്ങൾക്കൊരു ചെറിയൊരു